കഴിഞ്ഞ 2 മാസത്തെ എൻ്റെ ഗാർഡൻ കാഴ്ചകളാണ് ഇത്. പോംപേ ഇനത്തിൽപ്പെട്ട ഡെൻഡ്രോബിയം ചെടിയാണ് ഇത്. ഇതിലെപ്പോഴും പൂക്കൾ വന്നുകൊണ്ടിരിക്കും. ഒരു ഫ്ലവർ കഴിയുമ്പോഴേക്കും അടുത്ത പൂക്കുല വരും. ഇത് ഹാപ്പി പിങ്ക് എന്ന ഡെൻഡ്രോബിയമാണ്. ഇത് പിങ്ക് സ്ട്രൈപ്പ് എന്ന ഇനത്തിൽപ്പെട്ട ഡെൻഡ്രോബിയമാണ്. ഇതിൽ തന്നെ 2 വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. ഫ്ലവറിൻ്റെ പെറ്റൽസിലെ ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് സോണിയ ഇനത്തിൽപ്പെട്ടൊരു ഡെൻഡ്രോബിയമാണ്. ഇത് അരിഡാങ്ക് ലൈറ്റ് ബ്ലൂ എന്ന ഡെൻഡ്രോബിയം ചെടിയാണ്. ഇതിലെ പൂക്കൾക്ക് താരതമ്യേന വലിപ്പം കുറവാണ്. 2 നിറങ്ങൾ വരുന്നത് കൊണ്ട് കാണാനും ഭംഗിയുണ്ട്. ഇത് ബ്ലാക്ക് ക്രിംസൺ എന്ന വെറൈറ്റിയിലുള്ള ഒരു ഡെൻഡ്രോബിയം ചെടിയാണ്. വിരിഞ്ഞു വരുമ്പോൾ പൂക്കൾക്ക് കറുത്ത നിറമാണ്. ഇത് ട്വിസ്റ്റ് ഇനത്തിൽപ്പെട്ട ഡെൻഡ്രോബിയം ചെടിയാണ്. ഇത് യെല്ലോ ട്വിസ്റ്റ്. ഇത് റാബിറ്റ് വൈറ്റ് എന്ന ഇനത്തിൽപ്പെട്ട ഡെൻഡ്രോബിയമാണ്. ഇതിലെപ്പോൾ ഫ്ലവർ വരുമ്പോഴും 2 സ്പൈക്കുകൾ ഒന്നിച്ചാണ് ഫ്ലവർ വരാറുള്ളത്. ഇത് ഞാൻ പുതുതായി സെറ്റ് ചെയ്ത ഡെൻഡ്രോബിയം ചെടികളാണ്. 25 നിറത്തിലുള്ള ഡെൻഡ്രോബിയങ്ങളാണിത്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതും ക്രമീകരിച്ചിരിക്കുന്നത്. കരി മാത്രമേ പോട്ടി മിക്സായി കൊടുത്തിട്ടുള്ളൂ. ഇത് സൂര്യ ഗോൾഡ് എന്ന ഡെൻഡ്രോബിയമാണ്. 2 നിറങ്ങൾ ഒന്നിച്ചു ചേർന്ന് വരുന്നത് കൊണ്ട് ഇതിനും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായി. ഇത് പിങ്ക് ലേഡി സ്പ്ലാഷ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് സ്പ്ലാഷ് ഇനങ്ങൾ. ഇതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള സ്പ്ലാഷും എൻ്റെ കയ്യിലുണ്ട്. അതും അടുത്ത് തന്നെ ഫ്ലവർ വരാറായിട്ടുണ്ട്. ചെറിയ സീഡ്ലിങ്സിന് ഞാൻ ആഴ്ചയിലൊരിക്കൽ ശീമക്കൊന്ന ഇല വെള്ളത്തിലിട്ട് വെച്ച് അത് 2 ദിവസത്തിന് ശേഷം 4 ഇരട്ടി വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്യാറുണ്ട്. മഴക്കാലങ്ങളിൽ ഈ വളം ഞാൻ ഉപയോഗിക്കാറില്ല. ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലൊരു വളമാണിത്. ഇത് ഫലനോപ്സിസ് ചെടിയുടെ ഫ്ലവറാണ്. ഇത് 6 മാസത്തോളമായി ഈ പൂക്കൾ വിരിഞ്ഞിട്ട്. ഫലനോപ്സിസ് ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുതന്നെയാണ്. ഒരു വട്ടം പൂക്കൾ വിരിഞ്ഞാൽ അത് കുറേ നാളുകൾ അങ്ങനെ നിൽക്കും. ഇത് സീസറിനത്തിൽപ്പെട്ടൊരു ഡെൻഡ്രോബിയമാണ്. ഇത് ഹിരോഷി ബ്ലൂ എന്ന ഡെൻഡ്രോബിയമാണ്. ചെറിയ ഡെൻഡ്രോബിയം ചെടികളാണ്. ഇതിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ടൊളിമിനയുമുണ്ട്. ഇപ്പോൾ വേനൽക്കാലമായതിനാൽ ഡെയിലി 2 തവണ ചെടികൾക്ക് നനയ്ക്കാറുണ്ട്. ഇത് ഫലനോപ്സിസിൻ്റെ സീഡ്ലിങ്സ് ആണ്. ഇതിനും ശീമക്കൊന്ന വളം ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാറുണ്ട്. ഇതെൻ്റെ വാൻഡകളാണ്. ഈ വാൻഡ ചെടികൾക്ക് താഴെ ഞാനൊരു ഫിഷ് പോണ്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. വാൻഡയുടെ വേരുകളെല്ലാം ഈ പോണ്ടിന് മുകളിലായാണ് വന്നു നിൽക്കുന്നത്. വേരുകളെല്ലാം തന്നെ പെട്ടെന്ന് താഴേക്ക് വളരുന്നുമുണ്ട്. ഇത് ചെത്തി, തെച്ചി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചെടിയാണ്. ധാരാളം മുട്ടുകളുമുണ്ട് ഈ ചെടിയിൽ. ഈ ചെടിക്ക് ഞാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ചാണകവും DAPയുമാണ്. ഇതിൻ്റെ ഒരു 6 തരത്തിൽപ്പെട്ട ചെടി എൻ്റെ കയ്യിലുണ്ട്. ഇതതിൻ്റെ മറ്റൊരു നിറത്തിലുള്ള ചെടിയാണ്. ഇതും വേറൊരു തരത്തിലുള്ള ചെത്തിച്ചെടിയാണ്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നാടൻ ഇനത്തിൽപ്പെട്ട ചെടിയാണെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ചട്ടിയിലാണ് ഞാൻ ഈ ചെടികളെല്ലാം നട്ടിരിക്കുന്നത്. ഓരോ തവണ പൂക്കൾ കഴിയുമ്പോഴും ഇത് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനാൽ ഇതധികം ഉയരം വയ്ക്കാറില്ല. ഈ ഒരു ചെടിയിൽ തന്നെ 2 നിറത്തിലുള്ള പൂക്കളാണുള്ളത്. ഇതെൻ്റെ അരുത ചെടികളാണ്. ഇത് ഔഷധ സസ്യത്തിൽപ്പെട്ട ചെടിയാണ്. വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത്. ഇതിന് പ്രത്യേകമായൊരു പരിചരണം വേണ്ട ചെടി കൂടിയാണിത്. ചെറിയ കുട്ടികളുള്ള വീടുകളിൽ നട്ടു വളർത്താവുന്ന നല്ലൊരു ഔഷധ സസ്യം കൂടിയാണ് ഈ അരുത ചെടി.